പാസഞ്ചർ കാർ വിപണിയിൽ പതിറ്റാണ്ടുകളായി ആധിപത്യം പുലർത്തി വരുന്ന ബ്രാൻഡാണ് മാരുതി സുസുക്കി. 1981 മാരുതി ഉദ്योग ലിമിറ്റഡും ജപ്പാനിലെ സുസുക്കി മോട്ടോർ കോർപ്പറേഷനും ചേർന്നുണ്ടായ കമ്പനിക്ക് വെല്ലുവിളി ഉയർത്താൻ സമീപകാലം വരെ ഇന്ത്യൻ കമ്പനികൾക്കോ വിദേശ കമ്പനികൾക്കോ കഴിഞ്ഞിരുന്നില്ല. 2024 ഒരു കലണ്ടർ വർഷത്തിൽ 2 മില്യൺ വാഹനങ്ങൾ നിർമ്മിച്ച് ചരിത്രം രചിച്ച മാരുതി ഇപ്പോഴും ഇന്ത്യൻ മാർക്കറ്റിൽ മുമ്പൻ തന്നെയാണ്. എങ്കിലും ആ ആധിപത്യം അധികകാലം നിലനിൽക്കില്ലെന്നും മാരുതിയുടെ സുവർണകാലം പതുക്കെ അസ്തമിക്കുകയാണെന്നുമാണ് വിപണിയിൽ നിന്നുള്ള വാർത്തകൾ സൂചിപ്പിക്കുന്നത്. 2025 ജൂണിൽ മാരുതി സുസുക്കി നിർമ്മിച്ച കാറുകളുടെ എണ്ണം കഴിഞ്ഞ 5 വർഷങ്ങളിലെ ഏറ്റവും കുറവായിരുന്നുവെന്നും ദ എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. കമ്പനിയുടെ പ്രതിമാസ പ്രൊഡക്ഷൻ ഫയലിംഗ് അനുസരിച്ച് മാരുതിയുടെ ഉൽപ്പാദനത്തിൽ 23% കുറവാണ് ഉണ്ടായിരിക്കുന്നത്. 2021 ജൂണിൽ ഇത് 1,63,037 കാറുകൾ നിർമ്മിച്ചെടുത്ത് ഈ വർഷം അത് 1,25,392 കാറുകളായി കുറഞ്ഞു. ഇക്കഴിഞ്ഞ ജൂണിലെ നിർമ്മാണം 2020 ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലാണ്. മാരുതിയുടെ സ്ട്രോങ് ഏരിയയായ എൻട്രി ലെവൽ കാറുകളും കോമ്പാക്ട് സെഡാനുകളും ഇന്ത്യൻ ഉപഭോക്താക്കളെ പഴയതുപോലെ ആകർഷിക്കാൻ കഴിയുന്നില്ല എന്നതാണ് നിർണായകമായ ഈ പ്രതിഭാസത്തിന് കാരണമായിരിക്കുന്നത്. ചെറു കാറുകളിൽ നിന്നും മാറി SUVകളിലേക്കും പ്രീമിയം കാറുകളിലേക്കും ആളുകൾ തിരിയുന്ന പ്രവണതയാണ് മാരുതിയുടെ വിൽപ്പനയെയും വിപണി വിഹിതത്തെയും സാരമായി ബാധിക്കുന്നത്. ഇന്ത്യയിലെ പാസഞ്ചർ വാഹന വിപണിയിൽ SUVകളാണ് ഇപ്പോൾ താരമാകുന്നത്. രാജ്യത്ത് വിറ്റുപോകുന്ന കാറുകളിൽ 66% SUVകളാണെന്ന് സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സ് അഥവാ സിയാം പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. മാരുതി സുസുക്കിയുടെ പരമ്പരാഗത ശക്തി കേന്ദ്രമായ ചെറിയ കാർ മേഖലയിൽ കഴിഞ്ഞ വർഷം ശ്രദ്ധേയമായ ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായി. 2024 ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള ക്വാർട്ടറിൽ തൊട്ടു മുമ്പത്തെ ക്വാർട്ടറിനെ അപേക്ഷിച്ച് 13% കുറവ് രേഖപ്പെടുത്തുകയുണ്ടായി. ഈ വർഷം ഏപ്രിൽ ആകട്ടെ ഓൾട്ടോ, എക്സ്പ്രസോ, വാഗനർ തുടങ്ങിയവയുടെ വിൽപ്പന 2024 ഏപ്രിലിനേക്കാൾ 40% ഇടിഞ്ഞു. എർട്ടിക്ക, ബ്രെസ, ബെലനോ, ഫ്രോൺസ് തുടങ്ങിയ യൂട്ടിലിറ്റി വെഹിക്കിൾസിന്റെ വിൽപ്പനയിൽ വർധനവുണ്ടായെങ്കിലും ചെറു കാറുകളുടെ വിൽപ്പനയിൽ ഉണ്ടായ ഇടിവ് നികത്താൻ ഇതുകൊണ്ട് കഴിഞ്ഞില്ല. ഇന്ത്യൻ കാർ ഉപയോക്താക്കൾ ചെറിയ കാറുകൾ വിട്ട് SUVകളിലേക്ക് മാറുന്നു എന്നതാണ് പുതിയ ട്രെൻഡ്. 10 ലക്ഷത്തിൽ കുറവ് വിലയുള്ള വാഹനങ്ങൾ വിട്ട് കൂടുതൽ സൗകര്യമുള്ള കാറുകളാണ് ആളുകൾ ഇപ്പോൾ പ്രിയം കാണിക്കുന്നത്. ഈ വർഷം ഇന്ത്യയിൽ വിറ്റ പാസഞ്ചർ കാറുകളിൽ 53% SUVകളാണ്. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര പോലെയുള്ള കമ്പനികളിൽ ഈ മേഖലയിൽ സ്കോർ ചെയ്തപ്പോൾ വളരെ വൈകിയാണ് മാരുതി ഈ സെഗ്മെന്റിൽ പ്രവേശിച്ചത്. മഹീന്ദ്രയ്ക്ക് പുറമെ ടാറ്റ, ഹുണ്ടായി, കിയ തുടങ്ങിയവയും SUV മാർക്കറ്റിൽ വലിയ മത്സരം ഉയർത്തുന്നുണ്ട്. ഇതിനു പുറമെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് സ്വീകാര്യത ലഭിക്കുന്നതും ആ രംഗത്ത് ഇതുവരെ ഒരു കാർ പുറത്തിറക്കിയിട്ടില്ലാത്തതും മാരുതിക്ക് തിരിച്ചടിയാകുന്നുണ്ട്. ടാറ്റ മോട്ടോഴ്സ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, MG തുടങ്ങിയ കമ്പനികൾ ഇലക്ട്രിക് വിപണിയിൽ മത്സരിക്കുമ്പോൾ മാരുതിയുടെ ആദ്യ ഇലക്ട്രിക് പാസഞ്ചർ വാഹനമായ ഈ വിറ്റാര ഈ വർഷം സെപ്റ്റംബറിൽ മാത്രമേ നിരത്തിലെത്തൂ എന്നാണ് അറിയുന്നത്. ഇലക്ട്രിക് വാഹനങ്ങളിലെ നിർണായക ഘടകമായ റെയർ എർത്ത് മാഗ്നറ്റ്സിന്റെ ലഭ്യത കുറവ് കാരണം ഈ വിറ്റാരയുടെ നിർമ്മാണം മന്ദഗതിയിലാകുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. നേരത്തെ കരുതിയതിനേക്കാൾ 1/3 കുറവ് EVകൾ മാത്രമാണ് ആദ്യഘട്ടത്തിൽ മാരുതി പുറത്തിറക്കുകയുള്ളൂ.